ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന പരാശക്തി പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. 10-ാം തീയതി റിലീസായ സിനിമയാണ്. റിവ്യൂ കുറച്ച് ലേറ്റായി എന്നറിയാം. നിങ്ങൾ ഒരുവിധം എല്ലാ റിവ്യൂസും കേട്ടിട്ടുണ്ടാവും. കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ പോവാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കേഷ് അവസ്ഥയായിട്ടാണ് തോന്നിയത്. കാരണം എന്താന്ന് വെച്ചാൽ ലെങ്ത് കൂടുതലുണ്ട്. പടം 2.25 മണിക്കൂറിന്റെ അടുത്ത് ഈ സിനിമ ഉണ്ട്. അത്രയും വലിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ഈ ലവ് പോർഷൻസും കാര്യങ്ങളൊക്കെ കുറേ അൺവാണ്ടഡ് ആയി തോന്നി. സിനിമയുടെ പ്രമേയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 1960 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ഹിന്ദി നമ്മളെ രാഷ്ട്രഭാഷയായിട്ട് എല്ലായിടത്തും എല്ലാ കാര്യങ്ങൾക്കും ഹിന്ദി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അന്ന് സൗത്തിലും അതുപോലെ തന്നെ നോർത്തിലുള്ള പല സ്ഥലങ്ങളിലും ഹിന്ദി ആയിട്ട് ഉപയോഗിക്കാത്ത ചില ഭാഷകൾ ഇപ്പൊ ബംഗാളി, അതുപോലെ മറാത്തി ഈ സ്ഥലങ്ങളിലൊക്കെ അതുപോലെ നമ്മുടെ കേരളം, തമിഴ്നാട്, അതുപോലെ കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഭാഷ തന്നെ നിർബന്ധമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് കുറെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കതിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അപ്പോൾ ആ സംഭവമൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രീതിയൊക്കെ അത്യാവശ്യം നീറ്റാണ്. പക്ഷെ ഇവർക്ക് ലെങ്ത് കുറച്ച് കൂടുതലായി എനിക്ക് ഫീൽ ചെയ്തു. കൂടെ തന്നെ ഇതിലെ പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ശിവകാർത്തികേയൻ, അതുപോലെ തന്നെ രവിമോഹൻ, ശ്രീലീല, അഥർവ അങ്ങനെ കുറെ പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ഈ സിനിമയിലെ ഇവരുടെ ലവ് പോർഷൻസ് കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അഥർവയുടെ പെർഫോമൻസ് അത്യാവശ്യം നീറ്റായി തോന്നി. കാരണം പുള്ളിക്കാരൻ അങ്ങനെ ചെയ്ത് ശീലമില്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു പുതിയൊരു പരീക്ഷണമായി തോന്നി. അതുപോലെ തന്നെ ഇതിൽ ജയൻ രവി, മൂപ്പരാളെ കുറച്ച് സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ. അതായത് ആളുടെ ആ ഒരു എൻട്രി ആണെങ്കിലും ശരി, അതുപോലെ ത്രൂ ഔട്ട് വില്ലൻ എന്ന് പറഞ്ഞ വില്ലൻ തന്നെയാണ്. എവിടെയും നന്നായി വില്ലൻ എന്ന് നന്നാവാനുള്ള പരിപാടി അങ്ങനെ ഒരു റിഡക്ഷനോ കാര്യമൊന്നും ഇല്ല. ഞാൻ വില്ലനാണ്, ഞാൻ വില്ലനായിട്ട് തന്നെ പോകുന്നുള്ള ഒരു നിലയിലുള്ള ഒരു ക്യാരക്ടർ. സത്യം പറഞ്ഞ ഈ കഥാപാത്രം ഇതേ റേഞ്ചിലുള്ള ഈ ഒരു പെർഫോമൻസ് ഉള്ള ഒരു ക്യാരക്ടർ മൂപ്പർക്ക് വേറെ ഏതെങ്കിലും സിനിമയിൽ, അതായത് ഇതിലൊന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോറിയുള്ള പടത്തിലായിരുന്നു വെച്ചാൽ ആള് വേറെ ലെവലിലായി പോയേനെ. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഈ ശിവകാർത്തികേയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പവർ ആയിട്ടുള്ള വില്ലനും അതുപോലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളിടത്ത് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് കണ്ട് താങ്ങണില്ല. എത്തിപ്പിടിക്കാൻ പറ്റാത്ത പോലെ. അതായത് സ്വാഗം കാര്യമൊക്കെ അടിപൊളിയായി തോന്നി. പക്ഷെ എന്നാൽ തന്നെ ആളുടെ ആ ഒരു ക്യാരക്ടറും ആ ഒരു ഓറയും നമുക്ക് കിട്ടണില്ല എന്നാണ് സത്യം. എന്തായാലും പൊങ്കലിന് ജനനായകനായിരുന്നു എന്റെ ഫസ്റ്റ് ഓപ്ഷൻ. പക്ഷെ പടം റിലീസ് ആവാത്ത സ്ഥിതിക്ക് ഇത് ഞാൻ പോയി കണ്ടു. എന്തായാലും നമുക്ക് ഇനി ഈ പടത്തിനെ പറ്റി പറയാം. പടം നൈസായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണാം. ബൈ.